ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 82-ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേലിൻ്റെ പുത്രന്മാർ ദൈവഹിതത്തിന് വിപരീതമായി നീങ്ങിയവരായിരുന്നു. അവരെ ശമൂവേൽ ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരാക്കുന്നത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു. ആ കാര്യത്തെക്കുറിച്ച് വിശദമായി നാം മുൻപ് ഓർത്തതാണ്. അതിനെ മറയാക്കിക്കൊണ്ട് ഇസ്രായേൽ മൂപ്പന്മാരും പ്രഭുക്കന്മാരുമെല്ലാം തങ്ങൾക്ക് മറ്റുള്ള സകല ജാതികളെയും പോലെ രാജാവിനെ വേണമെന്ന് ശമൂവേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സംവിധാനത്തിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്ന തെറ്റായ വിഷയത്തെക്കുറിച്ചാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവർ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് തങ്ങൾക്ക് സകല ജാതികളെയും പോലെ ഒരു രാജാവിനെ വേണമെന്ന് പറയുമ്പോൾ അത് ശമൂവേലിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി, അനിഷ്ടമായി. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർ ആവശ്യപ്പെട്ട രാജാവിനെ കൊടുക്കുവാനായിട്ട് ശമൂവേലിനോട് പറയുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ കർത്താവ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ശമൂവേലിനോട് പറയുകയാണ്, ഞാൻ അവരെ, അതായത് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവരെന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. കർത്താവ് ശമൂവേലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ശുശ്രൂഷയിൽ നീ തളർന്നു പോകണ്ട. കാര്യമെന്താ? ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ട വിഷയം ഒരു ഭക്തനായ മനുഷ്യനെ സംബന്ധിച്ച്, ശമൂവേൽ പ്രവാചകനെ സംബന്ധിച്ച് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിഷയമല്ല. എന്നാൽ ശമൂവേലിനോട് കർത്താവ് പറയുകയാണ്, നീ തളർന്നു പോകണ്ട. കാരണമെന്താ? ഇത് നിന്നോട് പറയുമ്പോൾ നിന്നോട് ചെയ്യുന്നത് പോലെ അതിലധികമായി എത്രയോ നാളുകളായി അവരെ ഞാൻ വിടുവിച്ച നാൾ മുതൽ അവരെന്നോട് മത്സരിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഹൃദയത്തിന് ദുഃഖം വരുത്തുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ഒരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. കർത്താവ് പറയുകയാ, അല്ലയോ ശമൂവേലേ, നീ എൻ്റെ പ്രവാചകനാ, നീ വിഷമിക്കണ്ട. നിന്നോടവരിപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ആദ്യമായി പറയുന്നതല്ല. അവരെ ഞാൻ വീണ്ടെടുത്ത നാൾ മുതൽ തന്നെ അവർ ഈ കാര്യം എന്നോട് ആവർത്തിച്ച് ചെയ്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഒരു സ്വയപരിശോധനയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ നടത്തേണ്ടെന്ന് ആവശ്യമായിട്ടുണ്ട്. കർത്താവിന് പ്രസാദമായതാണോ, അതോ കർത്താവിന് ദുഃഖം വരുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാനവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ, അതായത് അവരെന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടുവോ അന്നു മുതൽ അവരെന്നോട് മത്സരിക്കുക. വാസ്തവത്തിൽ അവരെ വീണ്ടെടുത്ത നാൾ മുതൽ മത്സരത്തിൽ നിന്നും മാറി അനുസരണത്തിലേക്കാണ് അവർ പോകേണ്ടിയിരുന്നത്. അവർ അനുസരിച്ചതിനേക്കാൾ കൂടുതൽ
ദൈവത്തെ ദുഃഖിപ്പിച്ച ജനമായിട്ട് തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ഇസ്രയേലിൻ്റെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ വീണ്ടെടുത്ത നാൾ മുതൽ, അവരെ വീണ്ടെടുത്തത് എവിടെ നിന്ന്? മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന്, മിസ്രൈം എന്ന അടിമത്വത്തിൻ്റെ മണ്ണിൽ നിന്ന്. അവർ അയ്യം വിളിച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് അവരുടെ നിലവിളി കേട്ടു കേട്ടു, കണ്ടു കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ ദാരുണമായ സ്ഥിതിയിൽ നിന്ന് അവരെ വീണ്ടെടുത്ത ആ നാൾ മുതൽ അവർ മത്സരിക്കുക. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന കാര്യം അതാ, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. എൻ്റെ പുത്രനെ ക്രൂശിൽ തന്നുകൊണ്ടാണ് ഞാൻ പ്രിയ മകനെ മകളെ നിന്നെ വീണ്ടെടുത്തത്. എൻ്റെ പുത്രൻ്റെ അവസാനത്തുള്ളി രക്തം വരെയാണ് നിന്റെ വീണ്ടെടുപ്പിന് ഞാൻ കൊടുത്തത്. എന്നാൽ ആ നാൾ മുതൽ ഈ സമയം വരെ നിന്റെ ക്രിസ്തീയ ജീവിതം എൻ്റെ മുൻപാകെ എങ്ങനെയുണ്ട് എന്ന് കർത്താവ് ചോദിക്കുക. നീ മത്സരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ വീണ്ടെടുത്ത നാൾ മുതൽ നിനക്ക് അനുസരണമുള്ളവനാണെന്ന് കർത്താവ് പറയുമോ? നീ ദൈവത്തിന് കീഴ്പ്പെടുന്ന വ്യക്തിയാണെന്ന് പറയുമോ? അതോ മത്സരിക്കുന്ന സ്വഭാവമുള്ളവനായിട്ട് കർത്താവ് നിന്നെക്കുറിച്ച് പറയുമോ, എന്നെക്കുറിച്ച് പറയുമോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ, ഈ സമയം വരെ അവരെന്നെ ഉപേക്ഷിച്ചു. അന്യദൈവങ്ങളെ സേവിച്ച് അവർ എന്നോട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ. അവരെന്നെ ഉപേക്ഷിച്ചു. തന്നെയുമല്ല, അവർ അന്യദൈവങ്ങളെ സേവിച്ചു. അന്യദൈവങ്ങളെ സേവിക്കാനുള്ള കാരണം എന്താ? അവരെന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള ലോകത്തിൻ്റെ പല മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനൊരു കാരണമുണ്ട്. നാം ഹൃദയം കൊണ്ട് ദൈവത്തെ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വം കാണുവാൻ കഴിയാതെ പാപത്തിലേക്ക് തിരിയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് നാം ചെയ്യുന്നത്. അതിനെ സ്വർഗമൊരിക്കലും ലഘുവായി കാണുന്നില്ല, സ്വർഗമൊരിക്കലും ചെറുതായി കാണുന്നില്ല. കർത്താവ് എത്ര ദുഃഖത്തോടെയാണ് ഇവിടെ ശമൂവേൽ പ്രവാചകനോട് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നാം കേൾക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ദുഃഖത്തോടെ സംസാരിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന ദൈവമായി തീരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.